1929 റിച്ചാർഡ് ബെയാർഡ് എന്ന വ്യക്തി ലിറ്റിൽ അമേരിക്ക എന്ന ദൗത്യവുമായി സൗത്ത് പോളിൽ എത്തിച്ചേരുന്നത്. ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യം തന്നെ അമേരിക്കയ്ക്ക് അന്റാർട്ടിക്കയിൽ ഒരു എക്സ്പ്ലോറേഷൻ ബേസ് ഉണ്ടാക്കുക എന്നതായിരുന്നു. അതിനുശേഷം പലതവണ അദ്ദേഹം അവിടെ പോന്നിട്ടുണ്ടെങ്കിലും 1947 വീണ്ടും അദ്ദേഹം സൗത്ത് പോളിൽ എത്തിച്ചേർന്നു. അന്നൊരു പക്ഷേ ഓപ്പറേഷൻ ഹൈജമ്പിന് വേണ്ടിയായിരുന്നു ആ യാത്ര. ആ ഒരു ഉദ്യമത്തിനിടയിൽ മറ്റേതോ ഒരു പേടകം തന്റെ വിമാനത്തെ പിന്തുടരുന്നതായും അത് തന്നെ തടയുവാൻ ശ്രമിക്കുന്നതായും റിച്ചാർഡിന് അനുഭവപ്പെട്ടു. കുറച്ചു മാറി അയാൾ തന്റെ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അവിടെ അയാൾ ധാരാളം മനുഷ്യരെ കാണുവാനിടയായി. സൗത്ത് പോളിലും മനുഷ്യരോ എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അവരെ കണ്ടപ്പോൾ അതിപുരാതന ആചാര്യന്മാരെ പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അവരോടൊപ്പം അവരുടെ ലോകത്തേക്ക് റിച്ചാർഡ് നടന്നകന്നു. അവിടെ അദ്ദേഹം എത്തിച്ചേർന്നത് ഭൂമിക്കടിയിലെ മറ്റൊരു ലോകത്തിലായിരുന്നു. അവിടെ വജ്രം പോലെ തിളങ്ങുന്ന ഒരു സൂര്യനും അതിന്റെ ഊർജത്തിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരെയും പ്രകൃതിയെയും ഒക്കെ റിച്ചാർഡ് കാണുവാനിടയായി. വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും ശക്തനായ അവതാരവും 10ാമത്തെ അവതാരവുമാണ് കൽക്കി. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് ഭൂമിയിൽ കലിയുഗത്തിന് ആരംഭമായി എന്നും കലിയുഗത്തിന്റെ അന്ത്യം കുറിച്ച് സത്യയുഗത്തിന് ആരംഭം കുറിക്കുവാനായി കൽക്കി അവതരിക്കുമെന്നുമാണ് വിഷ്ണു പുരാണത്തിലും കൽക്കി പുരാണത്തിലും എല്ലാം പറയുന്നത്. ഭൂമിയിൽ എല്ലായിടത്തും അധർമ്മം കൊടികുത്തി പാറുന്ന കാലത്ത് അധർമ്മം അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ തന്റെ വാഹനമായ ദേവദത്തയുടെ പുറത്തു കയറി കത്തിജ്വലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ഈ ലോകത്തെ ദുഷ്ടജനങ്ങളെയെല്ലാം നിഗ്രഹിക്കുവാനായി എത്തിച്ചേരും. നല്ലവരായ ജനങ്ങളുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കലിയുഗത്തിന് അന്ത്യം കുറിക്കുവാനായി കൽക്കി എത്തിച്ചേരുകയും കലിയുഗത്തിന് അന്ത്യം കുറിച്ച് സത്യയുഗത്തിന് തുടക്കമിടുകയും ചെയ്യുമത്രേ. കൽക്കി ജനിക്കുവാനിരിക്കുന്ന സ്ഥലം ശാംബാല എന്നൊരു രാജ്യമാണ്. എന്നാൽ എവിടെയാണ് ഈ ശാംബാല ഉള്ളത്? ഭൂമിയുടെ മൊത്തം മാപ്പ് എടുത്ത് നോക്കിയാൽ പോലും നിങ്ങൾക്ക് ശാംബാല എന്നൊരു രാജ്യം കണ്ടെത്താനാവില്ല. അതൊരു മിഥ്യയായ സങ്കല്പമാണെന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഭൂമിക്കടിയിൽ പൊള്ളയായ സ്ഥലങ്ങൾ ഉണ്ട് എന്നും അതിനെ ഹോളോ എർത്ത് എന്നാണ് വിളിക്കുന്നത് എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള ഹോളോ എർത്ത് തിയറികൾക്ക് ഊന്നൽ നൽകുന്ന ചില അനുഭവങ്ങളും കണ്ടെത്തലുകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് റിച്ചാർഡ് ബെയാർഡ് ഭൂമിക്കടിയിലെ മായാപ്രപഞ്ചത്തിൽ എത്തിച്ചേർന്ന കഥ. ഭൂമിക്കുള്ളിൽ പൊള്ളയായ നിരവധി സ്ഥലങ്ങൾ ഉണ്ട് എന്ന് ധാരാളം ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. അവരിൽ ഒരാളായിരുന്നു എഡ്മണ്ട് ഹാരി. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഭൂമി വെറും 800 കിലോമീറ്റർ മാത്രം കട്ടിയുള്ള ഒരു പുറംതോടാണെന്ന്, അതിനുള്ളിൽ അന്തരീക്ഷമുള്ള മറ്റൊരു ഭൂമി ഉണ്ടെന്നും ഒക്കെയായിരുന്നു. അതിന്റെയും ഉള്ളിൽ മറ്റൊരു ഭൂമിയും അതിനും ഉള്ളിലായിട്ടാണ് ഭൂമിയുടെ കോർ ഉള്ളതെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ 3 ഭൂമികൾക്കും വ്യത്യസ്തമായ കാന്തിക വലയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവ കറങ്ങുന്നത് വ്യത്യസ്തമായ വേഗതയിലാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഭൂമിക്കുള്ളിലെ ഈ ലോകത്തെ അഗാർത്ത എന്ന് ബുദ്ധമത വിശ്വാസികൾ വിളിച്ചിരുന്നത്. ഒരിക്കൽ സഞ്ചാരിയായ മാർക്കോ പോളോ തന്റെ യാത്രക്കിടയിൽ എപ്പോഴോ വഴിതെറ്റി ടിബറ്റിലൂടെ കടന്ന് ശാംബാലയിൽ എത്തിച്ചേർന്നതായി പറയുന്നുണ്ട്. അഗാർത്ത എന്നാൽ ഇന്നർ സോൾ എന്നാണ് അർത്ഥം. അഗാർത്തയിൽ മറ്റൊരു സൂര്യൻ ഉണ്ട്. അതിന്റെ ഊർജത്തിലാണത്രേ അവിടെയുള്ള മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ഇതുതന്നെയാണ് റിച്ചാർഡ് ബെയാർഡും കണ്ടെത്തിയിരുന്നത്. ഹോളോ എർത്ത് തിയറി പ്രകാരം ഭൂമി മാത്രമൊന്നുമല്ല, മറ്റ് പല ഗ്രഹങ്ങളും ഇതുപോലെ പൊള്ളയാണത്രേ. ഈജിപ്ഷ്യൻ വിശ്വാസങ്ങൾ പ്രകാരം ഭൂമിക്കടിയിൽ മറ്റൊരു മായാലോകം ഉണ്ടെന്ന് അവരും വിശ്വസിക്കുന്നു. അവിടെ അവരുടെ ദേവന്മാർ വസിക്കുന്നു എന്നും കരുതപ്പെടുന്നു. പിരമിഡിന്റെ താഴെയായി രഹസ്യമായ ഒരു തുരങ്കമുണ്ടെന്നും അതുവഴി സഞ്ചരിച്ചാൽ ഭൂമിക്കടിയിലെ ഈ മായാപ്രപഞ്ചത്തിൽ എത്തിച്ചേരാൻ ആവുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ പ്രതിനിധികളായിരുന്ന ഫറോവകൾ ഇതുവഴി സഞ്ചരിച്ച് ദൈവങ്ങളുമായി സംസാരിക്കാറുണ്ടായിരുന്നുവത്രേ. അവിടെ ധാരാളം സർപ്പങ്ങളൊക്കെ കാവൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഹിന്ദു മതവിശ്വാസ പ്രകാരം
ഭൂമിക്കടിയിൽ 7 ലോകങ്ങൾ ഉണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസതലം, പാതാളം എന്നിങ്ങനെയാണ് ആ ലോകങ്ങൾ. ഭൂമിക്കടിയിലെ ഈ മായാലോകത്തിൽ അതിമനോഹരമായ പുഴകളും കാടുകളും സമുദ്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ബുദ്ധിമാന്മാരായ അതിമാനുഷികന്മാരായ യോഗി വരന്മാരാണ് താമസിക്കുന്നത്. അവരെല്ലാം തന്നെ ചിരഞ്ജീവികളും ആണത്രേ. ഒരു പക്ഷേ ചിരഞ്ജീവികളായ ഹനുമാനും പരശുരാമനും അഗസ്ത്യമുനിയും ഒക്കെ അവിടെയായിരിക്കാം വസിക്കുന്നത്. അവിടെ ഒരു തരത്തിലുള്ള ദുഷ്പ്രവർത്തികൾക്കും സ്ഥാനമില്ല. എങ്ങും ശാന്തിയും സമാധാനവും മാത്രമുള്ള ഒരു ലോകം. ഒരു പക്ഷേ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കുവാനെത്തുന്ന സന്യാസി സമൂഹം ഈ അഗാർത്തയിൽ വസിക്കുന്നവർ ആയിരിക്കുമോ? കുംഭമേളയിൽ പങ്കെടുക്കുവാനായി മാത്രമായിരിക്കുമോ അവർ ഉപരിതല ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത്? അല്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാ സമയത്തും ഈ സന്യാസികൾ എന്തുകൊണ്ട് നമുക്ക് മുന്നിൽ പ്രത്യക്ഷരാകുന്നില്ല? ഹിമാലയത്തിലും വാരണസിയിലും ഒക്കെ കാണുന്ന സന്യാസികൾ യഥാർത്ഥത്തിലുള്ള അഘോരികളല്ല എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. അവർ ഉപജീവനത്തിനു വേണ്ടി വേഷം ധരിച്ച് ചുരുട്ടും വലിച്ച് അലയുന്നവർ മാത്രമാണ്. അമാനുഷിക കഴിവുകളുള്ള ചിരഞ്ജീവികളായ അഘോരികൾ ഒരുപക്ഷെ അഗാർത്തയിൽ നിന്നും വരുന്നവരായിരിക്കാം. ഇത്തരത്തിൽ അമാനുഷിക കഴിവുകളുള്ള യോഗീവരന്മാരെ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ധാരാളം ഹിമാലയ യാത്രികർ കണ്ടിട്ടുണ്ട്. അവർ നോക്കി നിൽക്കെ തന്നെ ഇവർ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷരായി പോയ കഥകൾ പല സഞ്ചാരികളും പറഞ്ഞിട്ടുമുണ്ട്. ഒരുപക്ഷെ അവർ വരുന്നത് അഗാർത്തയിൽ നിന്നും ആയേക്കാം. അവർ മനുഷ്യരുമായി അധികം സമ്പർക്കം വെച്ചു പുലർത്താറുമില്ല. എന്തിനു വേണ്ടിയാണോ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നത് അത് പൂർത്തീകരിച്ച് അവർ അവരുടെ താഴ്വരകളിലേക്ക് ആരും കാണാതെ പോയി മറയുന്നു. ആ മായാലോകത്തിലേക്കുള്ള വഴി എവിടെയാണ്? ഈ മായാലോകമായ അഗാർത്തയുടെ തലസ്ഥാന നഗരമാണ് ശാംബാല. അവിടെ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കി ജനിക്കുന്നു. റഷ്യൻ ആർട്ടിസ്റ്റും ഫിലോസഫറും ഒക്കെ ആയിരുന്ന നിക്കോളാസ് റോറിച്ച് തന്റെ ടിബറ്റൻ പര്യടനത്തിനു ശേഷം അദ്ദേഹത്തോട് ടിബറ്റൻ സന്യാസിമാർ പറഞ്ഞ ചില രഹസ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു. ടിബറ്റിലെ ഒരു ക്ഷേത്രത്തിനുള്ളിലൂടെ അഗാർത്തയിലേക്ക് പോകുന്ന ഒരു തുരങ്കം ഉണ്ടത്രേ. ആ ഒരു തുരങ്കത്തിൽ ഉടനീളം തന്നെ ലാമകൾ കാവലിരിക്കുകയും അതിലൂടെ വേണം സഞ്ചരിച്ച് അഗാർത്തയിൽ എത്തിച്ചേരാനും എന്നുമാണ് നിക്കോളാസ് അന്ന് പറഞ്ഞിരുന്നത്. ഈ ഒരു തുരങ്കത്തിലൂടെ അഗാർത്തയിലേക്ക് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ധാരാളം ഇടുങ്ങിയ വഴികളാണത്രേ ആ തുരങ്കത്തിൽ പലപ്പോഴും അവിടേക്ക് പോകുന്നവർക്ക് കാണാനാവുക. വെലിസ് ജോർജ് എമേഴ്സൺ എന്ന എഴുത്തുകാരൻ ദ സ്മോക്കി ഗോഡ് എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ ഒരു കഥയ്ക്ക് യഥാർത്ഥത്തിൽ അടിസ്ഥാനമായി മാറിയത് ഒരു യഥാർത്ഥ സംഭവമായിരുന്നു. ഒലാഫ് ജെൻസനും അയാളുടെ അച്ഛനും കൂടി ഒരു ദിവസം ഒരു ചെറിയ ബോട്ടിൽ മീൻ പിടിക്കാനായി കടലിൽ പോയതായിരുന്നു. കടലിന്റെ വടക്കുഭാഗത്തായി എത്തിച്ചേർന്നപ്പോൾ ഒരു വലിയ ചുഴിയിൽ അകപ്പെട്ടുകൊണ്ട് അവരുടെ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബോട്ട് കടലിന്റെ അടിത്തട്ടിലേക്ക് പോവുകയും ചെയ്തു അത്രേ. അവർ ചെന്നെത്തിയത് ഭൂമിക്കടിയിലെ ഒരു അത്ഭുത ലോകത്തായിരുന്നു. അവിടെ വെച്ച് അവർ 12 അടിയോളം ഉയരമുള്ള മനുഷ്യരെയാണ് കണ്ടുമുട്ടിയത്. ഭൂമിക്ക് അടിയിലായി ഭൂമിയുടെ ഇലക്ട്രിക്കൽ ഫീൽഡ് വളരെ കൂടുതലായതിനാലാണ് അവർ ഇങ്ങനെ ഉയരം വയ്ക്കുന്നത് എന്നാണത്രേ അവർ തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. അവിടുത്തെ പ്രകൃതിയെപ്പറ്റി പറയുകയാണെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും ഒരു ഇളം തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ദിവസത്തിൽ ഒരു തവണയെങ്കിലും മഴ പെയ്യും. അവിടുത്തെ സൂര്യൻ പുക കൊണ്ട് മറഞ്ഞതുപോലെയാണ് കാണപ്പെട്ടിരുന്നത്. ആ നാട്ടിൽ അതുകൊണ്ട് തന്നെ സന്ധ്യാസമയം പോലെയുള്ള അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം എമേഴ്സൺ തന്റെ ആ ഒരു പുസ്തകത്തിന് ദ സ്മോക്കി ഗോഡ് എന്ന് പേരിട്ടതും. അത് മാത്രമല്ല, അവിടെയുള്ള മനുഷ്യർ പറക്കും തളികകളിലാണ് സഞ്ചരിച്ചിരുന്നത്. പറക്കും തളികകളുടെ അടിയിൽ ഫാൻ പോലെ കറങ്ങുന്ന എന്തോ ഒന്ന് കാണാമായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ജെൻസനും ജെൻസന്റെ അച്ഛനും അവിടെ തന്നെ താമസിച്ചു.
അതിനുശേഷം ആ മായാലോകത്തെ മനുഷ്യരുടെ തന്നെ സഹായത്തോടുകൂടി അവർ രണ്ടുപേരും ഉപരിതല ലോകത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. കടലിൽ കൂടിയുള്ള ബോട്ട് യാത്രക്കിടയിൽ അവരുടെ ബോട്ട് ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകരുകയാണ് ഉണ്ടായത്. അതോടുകൂടി ജെൻസന്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. പിന്നീട് ഏതോ മുക്കുവന്മാരുടെ ശ്രദ്ധയിൽ ഈ ഒരു തകർന്ന ബോട്ട് കാണുകയും അതിൽ നിന്നും ജെൻസനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഉണ്ടായ കാര്യങ്ങളൊക്കെ ജെൻസൻ നാട്ടുകാരോട് പറഞ്ഞു. ഇതൊന്നും അവർ വിശ്വസിച്ചില്ല. നാട്ടുകാർ ജെൻസന് അച്ഛനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ മനോനില തെറ്റിപ്പോയതായിരിക്കാം എന്നു കരുതി ജെൻസനെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് 28 വർഷങ്ങളോളം ജെൻസൻ ആ ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞുകൂടി. ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞ എഴുത്തുകാരനും ഇദ്ദേഹത്തിന്റെ അനുഭവം കൗതുകമുള്ളതായി തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഭവം ചോദിച്ചറിയുവാൻ വേണ്ടി അദ്ദേഹത്തെ തേടി എത്തി. ഏകദേശം ജെൻസന്റെ 90ാമത്തെ വയസ്സിലായിരുന്നു അയാൾ ഈ എഴുത്തുകാരനെ കണ്ടുമുട്ടുന്നത്. ഭൂമിക്കടിയിൽ താൻ എത്തിച്ചേർന്ന ആ മായാലോകത്തിലേക്ക് പോകുവാനുള്ള വഴിയൊക്കെ തന്നെ ജെൻസൻ എഴുത്തുകാരന് ഒരു മാപ്പൊക്കെ വരച്ച് കാണിച്ചു കൊടുത്തിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അഗാർത്ത കണ്ടെത്തണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പാരാനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ചും ഭൂമിയിലെ നിഗൂഢതകളെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കുന്ന ദൂൾ എന്നൊരു ജർമ്മൻ സംഘടന ഉണ്ടായിരുന്നു. ഇവർ പിന്നീട് ടിബറ്റിൽ നിന്നും അഗാർത്തയെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങോട്ട് പോകുവാനുള്ള വഴിയും കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തു. ഈ ഒരു ദൂൾ സംഘടനയാണ് പിന്നീട് നാസികളായി മാറിയത്. അതിന്റെ തലവനായിരുന്നു ഹിറ്റ്ലർ. അവരുടെ സംഘടനയിലെ ചിലരെയൊക്കെ ഒരു ബോട്ടിൽ കയറ്റി അഗാർത്തയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. അതിൽ അവർ വിജയകരമായി തന്നെ അഗാർത്തയിൽ എത്തിപ്പെട്ടിരുന്നു. അവിടെ പോയി തിരിച്ചു വന്നവർ പറഞ്ഞത് അവിടുത്തെ മാസ്മര ലോകത്തിൽ നിന്നും അവർക്ക് ഉപരിതല ഭൂമിയായ നമ്മുടെ ലോകത്തേക്ക് വീണ്ടും തിരികെ വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു എന്നതായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ മരണപ്പെട്ടു എന്നൊരു വ്യാജ പ്രചാരണമൊക്കെ നടത്തി ഹിറ്റ്ലർ അഗാർത്തയിലേക്ക് പോയി എന്നാണ് ഒരു വിശ്വാസം. അഗാർത്തയിലേക്ക് ചെന്നെത്തുവാൻ ഭൂമിയിൽ തന്നെ നിരവധി വഴികളുണ്ടത്രേ. അതിലൊന്ന് ആമസോൺ കാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ പുറം ലോകവുമായി യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു കൂട്ടം ആദിവാസികൾ താമസിക്കുന്നുണ്ട്. എന്നാൽ ഇവരുമായി തന്ത്രപരമായി ഇടപെടാൻ ശ്രമിച്ചവരിലൂടെ അറിയുവാൻ കഴിഞ്ഞത് ഈ കാട്ടുമനുഷ്യർ സംരക്ഷിച്ചു പോരുന്ന ഒരു തുരങ്കം ആമസോൺ കാട്ടിൽ എവിടെയോ ഉണ്ടെന്നും അതിലൂടെ 15 ദിവസത്തോളം നടക്കുകയാണെങ്കിൽ അഗാർത്തെ പോലെയുള്ള ഒരു മായാലോകത്ത് എത്തിച്ചേരുമത്രേ. ഒരുപക്ഷെ അത് അഗാർത്ത തന്നെ ആയിരിക്കാം. മറ്റൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബനാറസിലെ ഒരു കുളത്തിലാണ്. നിറയെ പടവുകളുള്ള ആ കുളത്തിലൂടെ ഭൂമിക്കടിയിലേക്ക് ഒരു സഞ്ചാരപാത കാണാനാവും. ഇത് ചെന്ന് അവസാനിക്കുന്നത് ഭൂമിക്കുള്ളിലെ തന്നെ മായാ പ്രപഞ്ചത്തിലേക്കാണ്. എന്നാൽ ഈ ഒരു വഴിയിൽ നാഗങ്ങൾ കാവലിരിക്കുകയാണ്. അതിനാൽ അവിടേക്ക് എത്തിച്ചേരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു കഥ കൈലാസത്തിലൂടെ അഗാർത്തയിൽ എത്തിച്ചേരാമെന്നതാണ്. കൈലാസത്തിൽ എവിടെയോ അഗാർത്തയിലേക്കുള്ള വഴി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈലാസയാത്ര നടത്തിയ പലരും അവിടത്തെ ആകാശത്തിൽ പലതരം വെളിച്ചങ്ങളും ശബ്ദങ്ങളും പറക്കും തളികകളും പല പ്രതിഭാസങ്ങളും കാണാറുള്ളതായി അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ കൈലാസ പർവ്വതത്തിന്റെ സമീപവാസികളായിട്ടുള്ള ആളുകൾ പൗർണമി നാളിൽ രാത്രിയിൽ ഒരു കാരണവശാലും വീടിന് പുറത്ത് വരികയോ എന്ത് തന്നെ ശബ്ദം കേട്ടാലും ജനൽ തുറക്കുകയോ ഇല്ലെന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അഗാർത്ത എന്നും മനുഷ്യർക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താനാവാത്ത, നിയോഗം ഉള്ളവർക്ക് മാത്രം ചെന്നെത്താവുന്ന ഒരു മായാ പ്രപഞ്ചം. ഒരിക്കൽ കൽക്കട്ടയിൽ നിന്നും കൈലാസയാത്ര പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഗംഗാ നദിയുടെ ഉത്ഭവമായ ഗോമുഖിലേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അയാൾക്ക് വഴിതെറ്റി.